ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഓരോ ചോദ്യങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. അതിനു മുൻപ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ സ്കൗട്ടിംഗ് ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ സ്കൗട്ടിംഗ് ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം വരുന്നത് 1909. ഇന്ത്യയിൽ സ്കൗട്ടിംഗ് ആരംഭിച്ച വർഷം 1909 ആണ്. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ സ്കൗട്ടിംഗ് ആരംഭിച്ചത് ആര്? ഇന്ത്യയിൽ സ്കൗട്ടിംഗ് ആരംഭിച്ചത് ആരാണ്? ഉത്തരം ക്യാപ്റ്റൻ TH ബേക്കർ. ഇന്ത്യയിൽ സ്കൗട്ടിംഗ് ആരംഭിച്ചത് ആരാണ്? ക്യാപ്റ്റൻ TH ബേക്കർ. അടുത്തത്: ഇന്ത്യയിൽ സ്കൗട്ടിംഗ് ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിൽ സ്കൗട്ടിംഗ് ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം വരുന്നത് ബാംഗ്ലൂർ. ഇന്ത്യയിൽ സ്കൗട്ടിംഗ് ആരംഭിച്ചത് എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ ആദ്യ സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ പേര്. ഇന്ത്യയിലെ ആദ്യ സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ബോയ്സ് സ്കൗട്ട് അസോസിയേഷൻ. ഇന്ത്യയിലെ ആദ്യ സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ബോയ്സ് സ്കൗട്ട് അസോസിയേഷൻ. ഇന്ത്യക്കാരായ കുട്ടികൾക്കു വേണ്ടി സ്കൗട്ടിംഗ് ആരംഭിച്ചത് എന്നാണ്? ഇന്ത്യക്കാരായ കുട്ടികൾക്ക് വേണ്ടി സ്കൗട്ടിംഗ് ആരംഭിച്ചത് എന്നാണ്? ഉത്തരം 1913. ഇന്ത്യക്കാരായ കുട്ടികൾക്കു വേണ്ടി സ്കൗട്ടിംഗ് ആരംഭിച്ചത് 1913. കേരളത്തിൽ സ്കൗട്ടിംഗ് ആരംഭിച്ചത് എന്നാണ്? കേരളത്തിൽ സ്കൗട്ടിംഗ് ആരംഭിച്ചത് എന്നാണ്? ഉത്തരം നോക്കിക്കോളൂ. 1913. കേരളത്തിൽ സ്കൗട്ടിംഗ് ആരംഭിച്ചത് 1913 കോട്ടയം CMS കോളേജ് ഹൈസ്കൂളിൽ. കോട്ടയം CMS കോളേജ് ഹൈസ്കൂളിലാണ് കേരളത്തിൽ ആദ്യമായി സ്കൗട്ടിംഗ് ആരംഭിച്ചത്. ഏത് വർഷം? 1913. അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യൻ ബോയ് സ്കൗട്ട് അസോസിയേഷൻ രൂപീകരിച്ചത്. ഇന്ത്യൻ ബോയ് സ്കൗട്ട് അസോസിയേഷൻ രൂപീകരിച്ചത് എന്നാണ്? ഉത്തരം 1916. ഇന്ത്യൻ ബോയ് സ്കൗട്ട് അസോസിയേഷൻ രൂപീകരിച്ചത് 1916. ആരാണ്? ഡോക്ടർ ആനി ബസന്റ്. ഇന്ത്യൻ ബോയ് സ്കൗട്ട് അസോസിയേഷൻ 1916 ഡോക്ടർ ആനി ബസന്റ് ആണ് രൂപീകരിച്ചത്. അടുത്ത ചോദ്യം: സേവാസമിതി സ്കൗട്ട് അസോസിയേഷൻ രൂപീകരിച്ചതെന്ന്. സേവാസമിതി സ്കൗട്ട് അസോസിയേഷൻ രൂപീകരിച്ചത് എന്നാണ്? ഉത്തരം 1917. 1917 ഡോക്ടർ HN കുൻസ്രു ആണ് സേവാസമിതി സ്കൗട്ട് അസോസിയേഷൻ രൂപീകരിച്ചത്. മറക്കരുത്, 1917 ഡോക്ടർ HN കുൻസ്രു. അടുത്ത ചോദ്യം: ഹിന്ദുസ്ഥാൻ സ്കൗട്ട് അസോസിയേഷൻ നിലവിൽ വന്നത്. ഹിന്ദുസ്ഥാൻ സ്കൗട്ട് അസോസിയേഷൻ നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1938. ഹിന്ദുസ്ഥാൻ സ്കൗട്ട് അസോസിയേഷൻ നിലവിൽ വന്നത് 1938. അടുത്ത ചോദ്യം: ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് നിലവിൽ വന്നത് എന്നാണ്? ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1950 നവംബർ 7. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് നിലവിൽ വന്നത് 1950 നവംബർ 7 പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം: ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് നിലവിൽ വരുന്നതിന് പ്രയത്നിച്ചവർ. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് നിലവിൽ വരുന്നതിന് പ്രയത്നിച്ചവർ ആരൊക്കെയാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് നിലവിൽ വരുന്നതിന് വേണ്ടി പ്രയത്നിച്ചവരാണ് ജവഹർലാൽ നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദ് എന്നിവർ. അടുത്ത ചോദ്യം ഇതാണ്: ഗേൾ ഗൈഡ് അസോസിയേഷൻ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡിൽ ചേർന്നത് എന്നാണ്? ഗേൾ ഗൈഡ് അസോസിയേഷൻ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡിൽ ചേർന്നത് എന്നാണ്? ഉത്തരം 1951 ഓഗസ്റ്റ് 15. ഗേൾ ഗൈഡ് അസോസിയേഷൻ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡിൽ ചേർന്നത് 1951 ഓഗസ്റ്റ് 15. അടുത്തത്:
കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പ്രസിഡന്റ്. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം വിദ്യാഭ്യാസ മന്ത്രി. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ പ്രസിഡന്റ് വിദ്യാഭ്യാസ മന്ത്രിയാണ്. അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ രക്ഷാധികാരി. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ രക്ഷാധികാരി ആരാണ്? ഉത്തരം കേരള ഗവർണർ. അടുത്ത ചോദ്യം നോക്കാം. സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രതിജ്ഞയിലെ 3 ഭാഗങ്ങൾ. സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രതിജ്ഞയിലെ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഒന്നാമത്തത് ദൈവത്തോടും എൻ്റെ രാജ്യത്തോടുമുള്ള കടമ നിർവഹിക്കുക. 2 മറ്റുള്ളവരെ സഹായിക്കുക. 3 സ്കൗട്ട് നിയമം അനുസരിക്കുക. അപ്പോൾ സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രതിജ്ഞയിലെ 3 ഭാഗങ്ങളാണ് ഇവ. അടുത്ത ചോദ്യം, സ്കൗട്ട് ആൻഡ് ഗൈഡ് നിയമം എത്രാം? സ്കൗട്ട് ആൻഡ് ഗൈഡ് നിയമം എത്രയാണ്? ഉത്തരം 1. സ്കൗട്ട് ആൻഡ് ഗൈഡ് നിയമം 1. അടുത്ത ചോദ്യം, സ്കൗട്ട് ആൻഡ് ഗൈഡ് നിയമം എത്ര ഭാഗം? സ്കൗട്ട് ആൻഡ് ഗൈഡ് നിയമം എത്ര ഭാഗം? ഉത്തരം 9. സ്കൗട്ട് ആൻഡ് ഗൈഡ് നിയമം 1 അതിൽ എത്ര ഭാഗങ്ങളുണ്ട്? 9 ഭാഗങ്ങളാണ് ഉള്ളത്. സ്കൗട്ട് ആൻഡ് ഗൈഡ് മോട്ടോ മുദ്രാവാക്യം എന്താണ്? സ്കൗട്ട് ആൻഡ് ഗൈഡ് മുദ്രാവാക്യം എന്താണ്? ഉത്തരം ശാരീരികമായും മാനസികമായും ധാർമ്മികമായും നല്ല നിലവാരം പുലർത്തുന്നതിനും ഏതൊരു നല്ല കാര്യം ചെയ്യുന്നതിനും എപ്പോഴും തയ്യാർ. എന്താണ് സ്കൗട്ട് ആൻഡ് ഗൈഡ് മുദ്രാവാക്യം? ശാരീരികമായും മാനസികമായും ധാർമ്മികമായും നല്ല നിലവാരം പുലർത്തുന്നതിനും ഏതൊരു നല്ല കാര്യം ചെയ്യുന്നതിനും എപ്പോഴും തയ്യാർ. അടുത്തത്, സ്കൗട്ട് സൈനിലെ നിവർത്തിപ്പിടിച്ച വിരലുകൾ സൂചിപ്പിക്കുന്നത് എന്താണ്? സ്കൗട്ട് സൈനിലെ നിവർത്തിപ്പിടിച്ച വിരലുകൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം വരുന്നത് പ്രതിജ്ഞയിലെ 3 ഭാഗങ്ങളാണ്. സ്കൗട്ട് സൈനിലെ നിവർത്തിപ്പിടിച്ച വിരലുകൾ സൂചിപ്പിക്കുന്നത് സ്കൗട്ട് പ്രതിജ്ഞയിലെ 3 ഭാഗങ്ങളെയാണ്. അടുത്ത ചോദ്യം ഇതാണ്, സ്കൗട്ട് സൈൻ കാണിക്കുന്നത് എപ്പോൾ? സ്കൗട്ട് സൈൻ കാണിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം പ്രതിജ്ഞ എടുക്കുമ്പോഴും പുതുക്കുമ്പോഴും. സ്കൗട്ട് സൈൻ കാണിക്കുന്നത് എപ്പോഴാണ്? പ്രതിജ്ഞ എടുക്കുമ്പോഴും പുതുക്കുമ്പോഴും. അടുത്ത ചോദ്യം, സ്കൗട്ട് ആൻഡ് ഗൈഡിൽ അംഗമാകാൻ എത്ര വയസ്സ് പൂർത്തിയാവണം? സ്കൗട്ട് ആൻഡ് ഗൈഡിൽ അംഗമാവാൻ എത്ര വയസ്സ് പൂർത്തിയാവണം? ഉത്തരം 10 വയസ്സ് പൂർത്തിയാവണം. അടുത്ത ചോദ്യം, സ്കൗട്ട് ആൻഡ് ഗൈഡിൽ അംഗമാകുന്നതിന് പറയുന്ന പേര്. സ്കൗട്ട് ആൻഡ് ഗൈഡിൽ അംഗമാകുന്നതിന് പറയുന്ന പേര്. ഉത്തരം ചിഹ്നദാന ചടങ്ങ്. ചിഹ്നദാന ചടങ്ങ്. അടുത്ത ചോദ്യം, എന്തുപയോഗിച്ചാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ് സല്യൂട്ട് ചെയ്യുന്നത്? എന്തുപയോഗിച്ചാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ് സല്യൂട്ട് ചെയ്യുന്നത്? ഉത്തരം സ്കൗട്ട് സൈൻ ഉപയോഗിച്ച്. എന്തുപയോഗിച്ചാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ് സല്യൂട്ട് ചെയ്യുന്നത്? സ്കൗട്ട് സൈൻ ഉപയോഗിച്ച്. സ്കൗട്ട് ആൻഡ് ഗൈഡ് ഏത് തരം ഹസ്തദാനമാണ് സ്വീകരിക്കുന്നത്? സ്കൗട്ട് ആൻഡ് ഗൈഡ് ഏത് തരം ഹസ്തദാനമാണ് സ്വീകരിക്കുന്നത്? ഉത്തരം ഇടത് ഹസ്തദാനം. സ്കൗട്ട് ആൻഡ് ഗൈഡ് ഏത് തരം ഹസ്തദാനമാണ് സ്വീകരിക്കുന്നത്? ഇടത് ഹസ്തദാനം. ഇത് വാമഹസ്തദാനം എന്നും പറയുന്നുണ്ട്. ഏതാണ്? വാമഹസ്തദാനം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നോക്കിയത് സ്കൗട്ട് ആൻഡ് ഗൈഡ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിൽ നിന്നൊരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്. ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ സ്കൗട്ടിംഗ് ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിൽ സ്കൗട്ടിംഗ് ആരംഭിച്ചത് എവിടെയാണ്? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുക. നമ്മുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.